warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Sabbaha lillahi ma fis samawati wa ma fil ard wa huwal azizul hakim. Ya تفعلون كبر مقتا عند الله أن تقولوا ما لا تفعلون. പരിശുദ്ധ ഖുർആനിലെ 28-ാം ജുസിലെ 61-ാം അധ്യായമായ സൂറത്ത് സഫിലെ ആദ്യത്തെ 3 ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്തിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനിൽ 14 ആയത്തുകളുള്ള ഏക സൂറത്താണ് സൂറത്ത് സഫ്. ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത് മദീനയിലാകുന്നു. 4-ാമത്തെ ആയത്തിൽ നിന്നാണ് അണി എന്ന അർത്ഥം വരുന്ന സൊഫ് എന്ന പേര് ഈ സൂറത്തിന് ലഭിച്ചിട്ടുള്ളത്. 1-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതുമെല്ലാം അള്ളാഹുവിന് സ്തോത്ര കീർത്തനം ചെയ്യുന്നുവെന്ന്. അവൻ അഗാധജ്ഞനായ പ്രതാപശാലിയത്രേ. അതായത് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും അവയുടെ സൃഷ്ടാവും പരിപാലകനുമായവന് സകലവിധ ന്യൂനതകളിൽ നിന്നും ദൗർബല്യങ്ങളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നുമെല്ലാം പരിശുദ്ധനാകുന്നു എന്ന യാഥാർത്ഥ്യം സദാ പ്രഖ്യാപനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ ഓരോ അണുവും സദാ അവയുടെ നാഥനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സും വാക്കും പ്രവർത്തനവും ചേർന്നാലാണ് യഥാർത്ഥത്തിൽ തസ്ബീഹ് ആവുന്നത്. മറ്റുള്ള സൃഷ്ടികൾ എങ്ങനെ തസ്ബീഹ് നിർവഹിക്കുന്നു എന്നത് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അറിയുകയുള്ളൂ. അള്ളാഹുവിനെ വാഴ്ത്തുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിങ്കിലേക്ക് എത്തിച്ചേരുകയാണ് എന്ന അനുഭൂതിയാണ് നമുക്ക് വേണ്ടത്. തുടർന്ന് 2-ാമത്തെ ആയത്തിൽ അല്ലയോ വിശ്വസിച്ചവരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്കാത്തത് എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന് ഏറ്റവും അധികം കോപവും ഉള്ള കാര്യം തന്നെയാണിത്. നാം പലപ്പോഴും ഇതത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. നമ്മൾ ചെറിയ കുട്ടികളോടൊക്കെ പറയും, ഞാൻ വൈകിട്ട് വരുന്ന സമയത്ത് മിഠായി കൊണ്ടുവരാം, കളർ കൊണ്ടുവരാം എന്നൊക്കെ. എന്നിട്ട് വൈകിട്ട് വരുന്ന സമയത്ത് നമ്മൾ അത് കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നു. അവർ ഓടി വന്ന് ചോദിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായേക്കാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും കരാർ ലംഘനമാണ്. നമ്മൾ പലപ്പോഴും ഇത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ ചില വീട്ടുകളിലേക്ക് കയറിയിട്ട് അവിടുന്ന് വരുന്ന സമയത്ത് ഞാൻ പിന്നീട് വരാമെന്നൊക്കെ പറഞ്ഞ് നാം പിന്നീട് പോകാതിരിക്കുകയും ചെയ്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും തെറ്റും അത് കരാർ ലംഘനവുമായി തീരുന്നു. പലപ്പോഴും നമ്മൾ ഇതത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, കബറ മഖ്തൻ ഇൻദല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ കോപമുള്ള കാര്യമാണ്. നിങ്ങൾ പ്രവർത്തിക്കാത്തത് പറയുക എന്നത്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്കറിയാം. എന്നാൽ വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക എന്നത് അത്ര വലിയ തെറ്റാണെന്ന് പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നില്ല. സൂറ ബഖറ 44-ാം ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ ജനങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുകയും അത് സ്വന്തം കാര്യത്തിൽ മറച്ചു വെക്കുകയുമാണോ? അതും വേദം ഓതിക്കൊണ്ടിരിക്കെ നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ല. കപടവിശ്വാസിയുടെ ലക്ഷണങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രധാനമായും 3 കാര്യങ്ങൾ പറയുകയുണ്ടായി. സംസാരിച്ചാൽ കളവ് പറയുക, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക, വിശ്വസിച്ചാൽ ചതിക്കുക. മറ്റൊരു ഹദീസിൽ തമ്മിൽ തെറ്റിയാൽ അനാവശ്യം പറയുക എന്നും പറഞ്ഞതായി കാണാം. അപ്പോൾ നോക്കൂ, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുക എന്നത് കപടവിശ്വാസിയുടെ ലക്ഷണമാണ്. കപടവിശ്വാസിയുടെ ലക്ഷണം നമ്മിൽ ഉണ്ടാവാൻ പാടില്ല. നാം സത്യവിശ്വാസികളല്ലേ?
പലപ്പോഴും നമ്മൾ മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കും, നിങ്ങൾ കളവ് പറയരുത് എന്നൊക്കെ. എന്നിട്ട് നമ്മൾ കളവ് പറയുകയും ചെയ്യും. ഒരു സത്യവിശ്വാസി മറ്റുള്ളവരോട് ഉപദേശം കൊടുക്കുമ്പോൾ അത് സ്വന്തം കാര്യത്തിൽ താൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം ഉപദേശം കൊടുക്കണം. ഒരു സത്യവിശ്വാസി ആരോട് വാക്ക് പറഞ്ഞാലും അത് പാലിക്കണം. നാം ചെറിയ കുട്ടികളോടൊക്കെ ചെറുപ്പം മുതലേ പറയുന്നതാണ്, നിങ്ങൾ കളവ് പറയരുതെന്നൊക്കെ. എന്നിട്ട് നമ്മൾ കളവ് പറയുകയുമാണെങ്കിൽ അവർക്കത് സ്വീകരിക്കാൻ തോന്നുകയില്ല, അവർക്കത് സ്വീകരിക്കാൻ പ്രയാസം തന്നെയായിരിക്കും. നമസ്കാരം, നോമ്പ് പോലുള്ള ആരാധനാ കർമ്മങ്ങൾക്ക് കാണിക്കുന്ന അതേ ഗൗരവം ഇതിലും നാം കാണിക്കേണ്ടതുണ്ട്. ഇതില്ലെങ്കിൽ നമ്മുടെ അമലുകൾ നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കാലം ശരിയായി പഠിക്കുവാനും സമൂഹത്തിൽ പടർത്തുവാനും ജീവിതത്തിൽ പകർത്തുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.